കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം പ്രിയ ശാലോം ടി വി പ്രേക്ഷകർക്ക് മന്നയുടെ എപ്പിസോഡിലേക്ക് നന്മ നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത് പ്രശസ്ത വചനപ്രഘോഷകനും കർമ്മലീത്ത സഭാംഗവുമായ നെൽസൺ ജോബച്ചനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, ഇന്നേ ദിവസം നാം പങ്കുവയ്ക്കപ്പെടുന്നത് വിശുദ്ധരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. കരിസ്മാറ്റിക്കിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള സഭകൾ പലതും പഠിപ്പിക്കുന്നു, പ്രാർത്ഥനകളെല്ലാം നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, യേശുവിലേക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു പുതിയ ചിന്താഗതി ഈ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ആദ്യ കാലഘട്ടങ്ങൾ എടുത്ത് നോക്കിയാൽ സഭയുടെ അടിത്തറ തന്നെ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വർഷങ്ങളായിട്ട് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ അനേക സ്ഥലത്ത് വിശുദ്ധരുടെ കപ്പേളകൾ, വിശുദ്ധരുടെ കുരിശടികൾ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ ആ ഒരു വിശുദ്ധൻ്റെ ചരിത്രം പരിശോധിച്ച് ആ കുഞ്ഞിന് പേരിടുന്നു. അങ്ങനെ അനേകം വിശുദ്ധരോടുള്ള ഭക്തിയും സ്നേഹവും ആയിട്ടാണ് നമ്മൾ ഇതുവരെ വന്നിരുന്നത്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ അതിനൊരു വ്യത്യാസം വന്നിരിക്കുന്നു. ആ ഒരു സംശയങ്ങൾ പൊതുവേ ഒരു സാധാരണ വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അച്ഛാ, ആരാണ് വിശുദ്ധർ? അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? മിൽട്ടൺ ചോദിച്ച ചോദ്യത്തിന് വളരെ ലളിതമായ ആൻസർ തരാം. നമ്മുടെ സഭയുടെ ചരിത്രത്തിലും ലിറ്റർജിക്കൽ കലണ്ടറിലും നവംബർ 1 സകല വിശുദ്ധന്മാരുടെയും തിരുനാളായിട്ടാണ് ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഇടവകയിൽ അന്നേ ദിവസം ധ്യാനം ആരംഭിക്കണേ. അപ്പോൾ ഞാൻ ആദ്യം പിള്ളേരോട് ചോദിച്ചു, ആരാണ് വിശുദ്ധന്മാർ? ആർക്ക് പറയാം? സമ്മാനം തരാം. പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, നന്നായി ജീവിച്ചവരാണ് വിശുദ്ധന്മാർ. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു നിർവചനമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ചവരാണ് വിശുദ്ധന്മാർ. ദൈവത്തിൻ്റെ വിളിയുടെ പൂർണ്ണതയിൽ ജീവിച്ചവരാണ് വിശുദ്ധന്മാർ. തങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ മറന്നുപോയവരാണ് വിശുദ്ധന്മാർ. സ്വർഗത്തിലേക്കുള്ള വിശുദ്ധിയുടെ കുറുക്കു വഴികൾ കാണിച്ചു തന്നവരാണ് വിശുദ്ധന്മാർ. വിശുദ്ധിയിലേക്കുള്ള ചൂണ്ടാണി പലകളാണ് വിശുദ്ധന്മാർ. വീണ്ടും വിശുദ്ധി പ്രാപിക്കുവാനുള്ള വഴികളാണ് ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിശുദ്ധന്മാരെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയാണ്. അതായത് ദൈവത്തെ പോലെ ആവാൻ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ളൊരു വിളിയാണ് ദൈവവിളി. വത്തിക്കാൻ കൗൺസിലിൽ ദൈവവിളിയെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമാണ്. ഇതൊരു ചലഞ്ചാണ്, വെല്ലുവിളിയാണ്, അതൊരു കൽപ്പനയാണ്, അത് കർത്താവ് ആവശ്യപ്പെടുന്നതാണ്, അതൊരു ബലിയാണ്, അതൊരു സമർപ്പണമാണ്,
അതൊരു കോൺസെക്രേഷനാണ്. ഇങ്ങനെ ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ ഈ വിശുദ്ധിയെക്കുറിച്ച് മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു വ്യക്തി വിശുദ്ധിയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തി വിശുദ്ധിയിലേക്ക് വളർന്നു വന്ന് ദൈവിക അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് നമുക്ക് പ്രാർത്ഥന അർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വിശുദ്ധരോട് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാധനയാണോ വണക്കമാണോ? നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം. ആരാധന ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ 3 കൽപ്പനകൾ തന്നെ ക്ലിയറാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം എന്താണ്? അല്ലയോ ഇസ്രായേലെ, ശ്രവിച്ചാലും നിൻ്റെ ദൈവമായ കർത്താവ് ഏകദൈവമാവുന്ന ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കണം, ആരാധിക്കണം. അപ്പം ദൈവത്തിന് മാത്രമാണ് ആരാധന. അഡൊറേഷൻ എന്ന് പറയും. വെനറേഷൻ എന്ന് പറയുന്നത് വണക്കമാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് മാസവണക്കം ഉണ്ടല്ലോ. അപ്പോൾ വണക്കം വിശുദ്ധന്മാർക്കും ആരാധന ദൈവത്തിനുമാണ്. അപ്പം അതിനെ ഇംഗ്ലീഷിൽ അഡൊറേഷൻ എന്ന് പറയും, വെനറേഷൻ എന്ന് പറയും. മലയാളത്തിൽ ദൈവത്തിന് ആരാധനയും വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കും യൗസേപ്പിതാവിനും മാതാവിനും ഒക്കെ വണക്കമാണ്. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനായി തിരഞ്ഞെടുക്കപ്പെടാൻ അനേകം കാലഘട്ടങ്ങൾ വേണ്ടി വരും. അനേകം പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആരും വിശുദ്ധരായിട്ടുള്ളതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അതിൻ്റെ ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. നമുക്ക് നമ്മുടെ കേരള സഭ എടുക്കാം, അല്ലെങ്കിൽ ആഗോള സഭ എടുക്കാം. അപ്പം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരുടെ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മദർ തെരേസ ജീവിക്കുന്ന വിശുദ്ധ എന്നല്ലേ വിളിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ സഭയിൽ നമ്മുടെ നാട്ടിലും അതുപോലെ യൂറോപ്പിലും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരുടെ പ്രത്യേകതയുണ്ടായിരുന്നു. ജീവിക്കുന്ന വിശുദ്ധ എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ മരിച്ചു കഴിയുമ്പോൾ അവരോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അത് സഭയെ അറിയിക്കുന്നു. സഭ ഒടുവിൽ അവരെക്കുറിച്ച് ഉള്ളൊരു ചരിത്രമെല്ലാം എഴുതി അത് സമർപ്പിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഇവരുടെ വിശുദ്ധിയെക്കുറിച്ച് സമൂഹവും ദൈവജനവും സഭയും ബോധ്യപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ പല ഘട്ടങ്ങളിലൂടെ പോവുകയാണ്. അവരെ ധന്യരായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്ത പദവിയിലേക്ക് വരുന്നത് ദൈവദാസൻ, ദൈവദാസി, സർവൻ്റ് ഓഫ് ഗോഡ് എന്നുള്ള ഇതാണ്. വീണ്ടും അത്ഭുതങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ അൽഫോൺസാമ്മ, ചാവറ കുര്യാക്കോസ്, അതുപോലെ എഫ്രാസിയമ്മ, ഇവരുടെയൊക്കെ നാമകരണ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ അത്ഭുതങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സ്ഥിരീകരിക്കുകയും മെഡിക്കലായിട്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യണം. വെറുതെ ഒരു അത്ഭുതമല്ല, അത് സഭയ്ക്ക് ബോധ്യപ്പെടണം. മിറക്കിളായിട്ട് അത് പ്രകൃതിക്ക് അതീതമായ രീതിയിൽ സുഖപ്പെട്ടതായിട്ട് അത് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ ഒരു വിശുദ്ധനാവണമെങ്കിൽ ഇത്ര അത്ഭുതങ്ങൾ ആവശ്യമാണ്. അങ്ങനെ ആ അത്ഭുതങ്ങൾ വന്ന് അതേസമയം തന്നെ ഇവരുടെ വിശുദ്ധിയെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തി പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും അവസാനത്തെ വിശുദ്ധിയിലേക്കുള്ള പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ 4 സ്റ്റേജസ്: ധന്യരായിട്ട് പ്രഖ്യാപിക്കുന്നു, ദൈവദാസന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു, ദാസിമാരായിട്ട് പ്രഖ്യാപിക്കുന്നു, വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുന്നു, ഒടുവിൽ അവരെ വിശുദ്ധരായിട്ട് സഭയ്ക്ക് നൽകുകയാണ്. ഇതാണ് വിശുദ്ധിയെ, ഒരു വ്യക്തിയെ വിശുദ്ധനായി വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ വ്യത്യസ്ത പടവുകൾ. ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഏതാണ്ട് 4 പടവുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പടവുകളിലൂടെ കടന്നു ചെന്ന് അവർ സ്വർഗീയമായൊരവസ്ഥയിലേക്ക് വിശുദ്ധരായി മാറുകയാണ്. അവരോടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് അച്ഛൻ വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ഈ പ്രാർത്ഥന എങ്ങനെയാണ് അച്ഛാ സ്വർഗം സ്വീകരിക്കപ്പെടുന്നത്? ഒന്നതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അപ്പം മിൽട്ടൺ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇതാണ്. അപ്പം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അതിനുള്ള അനുഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. 3, നമ്മൾ വിധേയപ്പെടണം. 4, വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സെയിൻറ്റ് ആൻ്റണിയുടെ പിക്ചർ എല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ണിയുമുണ്ട്, വിശുദ്ധൻ്റെ സൈഡിലൊരു ലില്ലിപ്പൂക്കൾ കാണാം. നമുക്ക് ലില്ലിപ്പൂക്കൾ തന്നെ എടുക്കാം.
ഉണ്ണീശോയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ലില്ലിപ്പൂക്കൾ എന്തുകൊണ്ടാണ് വിശുദ്ധൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ ആ സ്റ്റാച്യുവിനോട് ചേർത്ത് വെച്ചേക്കുന്നത്? പലർക്കും അറിയില്ല. ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലമാണ്. 1769കളിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിൽ ക്രൊസീക്ക എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് സഭ തകർക്കുക, ദേവാലയങ്ങൾ തകർക്കുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഈ ദ്വീപിൽ അമ്പരചുംബിയായ ഒരു വലിയ ദേവാലയമുണ്ട്, വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയമുണ്ട്, ഒരു ആശ്രമമുണ്ട്. അപ്പം ഫ്രഞ്ച് സൈന്യം ബോട്ടിൽ വരികയാണ് ഈ ഗ്രാമം നശിപ്പിക്കുവാൻ. ഇതറിഞ്ഞ സന്യാസിമാർ, 3 സന്യാസിമാർ അവരാവശ്യമുള്ളതെല്ലാം എടുത്ത് തോളിൽ മാറാപ്പിലാക്കി ആ തോട്ടത്തിൽ നിറയെ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അവർ ഓടിച്ചെന്ന് ഒരു പിടി ലില്ലിപ്പൂക്കൾ മൂവരും എടുത്ത് വിശുദ്ധൻ്റെ പാദാന്തികത്തിൽ വെച്ച് വലിയ വായിൽ കരയുകയാണ്. അന്തോണീസ് പുണ്യാളച്ച, ഞങ്ങൾ അങ്ങയുടെ സഭക്കാരാണ്, അങ്ങല്ലാതെ ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്? ഞങ്ങളുടെ പ്രാർത്ഥനകൾ ലില്ലിപ്പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോകുകയാണ്. മാധ്യസ്ഥം അപേക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് കടന്നുപോയി. തോണി തുഴഞ്ഞ് മറുകരയിലേക്ക് പോയി. 3 വർഷം കഴിഞ്ഞ്, ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് എന്തു സംഭവിച്ചു എന്നറിയാൻ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, ഗ്രാമത്തിൽ എല്ലാം തന്നെ അവർ നശിപ്പിച്ചെങ്കിലും ദേവാലയം തൊട്ടില്ല. അതിനേക്കാൾ വലിയ അത്ഭുതം, അന്തോണീസ് പുണ്യാളച്ചൻ്റെ പാദാന്തികത്തിൽ വച്ച ലില്ലിപ്പൂക്കൾ 3 വർഷം കഴിഞ്ഞിട്ടും വാടിപ്പോയിരുന്നില്ല. ഇത് അന്നത്തെ മാർപ്പാപ്പയെ അറിയിച്ചപ്പോഴാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്, നിങ്ങളിനി അടുത്ത സ്റ്റാച്യു ഉണ്ടാക്കുമ്പോൾ കൂടെ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ വലിയ മാധ്യസ്ഥ്യം ഓർക്കാൻ വേണ്ടിയിട്ട് ലില്ലിപ്പൂക്കൾ കൂടി വയ്ക്കണമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ മാലയിടുന്നത് എന്തിനാണ്? ഒരാളെ സ്വന്തമാക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഇപ്പോൾ മിൽട്ടൺ കല്യാണം കഴിക്കാൻ നേരത്ത് താലി കെട്ടിയെന്തിനാണ്? സ്വന്തമാക്കിയതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ മാലയിടുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുക വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ വർഷങ്ങളായിട്ട് സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ കണ്ടിരുന്ന ഈ വലിയ അത്ഭുതം, അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ സ്പർശിച്ച ഏതെങ്കിലും ഒരു അനുഭവത്തെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും പറയാം. കാരണം ഞാനിത് പങ്കുവയ്ക്കുന്ന മന്നയോടാണല്ലോ. അപ്പോൾ ഈ നാടുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമ്മൾ മലയാളീസും മുങ്ങൽ വിദഗ്ധന്മാരാണ്. ഇവിടെയുള്ള എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്? ഒത്തിരി ആൾക്കാരെ പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ വേദനിക്കുന്നുണ്ടാവും. അപ്പോൾ കുവൈറ്റിൽ ഇൻവേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു. ഇൻവേഷൻ കഴിഞ്ഞ് ചെന്നപ്പോൾ പരിചയമുള്ള സ്നേഹിതർ 20 വർഷമായിട്ട് അവർ ഈ മുറി ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ഷെയർ ചെയ്ത് കഴിയണ ബ്രദേഴ്സിനെ പോലെ രക്തബന്ധമല്ല, സ്നേഹബന്ധമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ മകളുടെ വിവാഹ കാര്യമായി. അപ്പോൾ 10 ലക്ഷം രൂപ ആവശ്യമാണ്. ഉടനെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അതിനെന്താണ്, എൻ്റെ മോൾക്ക് 16 ആയിട്ടുള്ളൂ, ഞാൻ 21 കഴിഞ്ഞിട്ട് ഇനി അവളെ പറഞ്ഞേക്കാൻ പോകുന്നുള്ളൂ, പണം എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഒരു രേഖയും വാങ്ങിച്ചില്ല. ആൾ മുങ്ങിക്കളഞ്ഞു. പിന്നീട് കുവൈറ്റിലേക്ക് മടങ്ങി വന്നില്ല. അതിനിടയ്ക്ക് ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഇയാൾക്ക് ഒരുപാട് കടമുണ്ടായി. അങ്ങനെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. അവിടെയും വന്നതിന് ശേഷം ദുരന്തം ഉണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു. വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഉടൻ നിരാശപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണേ. ഗോശ്രീ പാടത്തിൽ നിന്ന് ചാടിച്ചാവണം. ഇനി സന്ധ്യയായിട്ട് വേണം ചാടിച്ചാവാൻ. ഈ വ്യക്തികൾ നൊവേന കേന്ദ്രത്തിൽ വരുമ്പോൾ അന്ന് പ്രസംഗിക്കുന്നത് ഈ വൈദികനാണ്. വിധിയെ മാറ്റാനുള്ള ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. അതിനോടൊപ്പം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾ നല്ല കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇവർ വൈകുന്നേരമായപ്പോൾ ഇത് കേട്ട് അവർ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണേ. കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈ കുടുംബനാഥൻ പറഞ്ഞാണ്, കുർബാന സ്വീകരിച്ചപ്പോൾ നല്ല കുളിർമ, എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ നിശബ്ദമായിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉടനെ ഭാര്യയും പറഞ്ഞു, ചേട്ടാ എനിക്കിത് ഈ വചനം കിട്ടി. കുറച്ച് കഴിഞ്ഞ് മക്കൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല സന്തോഷം, കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഒരു ഭാരം പോയതുപോലെ, ഞങ്ങളുടെ ഉള്ളിൽ പേടിക്കണ്ട എന്നൊരു സന്ദേശം. അപ്പം വ്യത്യസ്തമായ രീതിയിൽ 4 പേരും പറഞ്ഞ ഒറ്റ സന്ദേശമാണ്. സത്യം പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തില്ല. പ്രത്യാശയോടുകൂടി വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. 10 വർഷത്തിന് മുൻപ് മുങ്ങിയ ആൾക്കാർ സൂട്ട് കേസുമായിട്ട് അവിടെ വാതിക്കലിരിക്കുകയാണ്. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, താൻ എന്നെ ശപിച്ച് കാണുമല്ലേ, പ്രാഗി കാണുമല്ലേ. എങ്ങനെ പ്രാവാതിരിക്കും? എങ്കിൽ 5 മിനിറ്റ് എന്നെ കേൾക്കണം. എന്നിട്ട് അയാളുടെ കഥ അയാൾ പറയാൻ. അയാൾക്ക് എന്തു പറ്റി, എന്തുകൊണ്ട് അയാൾ മടങ്ങി വന്നില്ല, അയാൾക്കുണ്ടായ ട്രാജഡി, ദുരന്തങ്ങൾ, അപകടങ്ങൾ. എന്നിട്ട് പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യയ്ക്ക് ഒരു ഷെയർ കിട്ടി, 10 സെൻറ്റ് സ്ഥലം കിട്ടി. അത് വിറ്റപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളുടെ കുടുംബത്തെ രക്ഷിച്ച ആ കൂട്ടുകാരനുണ്ടല്ലോ, അയാൾക്ക് പണം കൊടുത്തിട്ടാവാം നമുക്ക് അടുത്ത നടപടി.
അങ്ങനെ പേരറിയാം, സ്ഥലം അറിയാൻ പാടില്ല, അഡ്രസ്സ് അറിയാൻ പാടില്ല. അങ്ങനെ ഡയറി നോക്കിയപ്പോൾ പേരും കിട്ടി, പ്ലേസും കിട്ടി. പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒടുവിൽ കുവൈറ്റിൽ ജോലിയുള്ള ആളെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തന്നു. ഞങ്ങൾ വന്നിട്ട് 3-4 മണിക്കൂറായി. ഒരു സൂട്ട് കേസ് കൈമാറി 10 ലക്ഷം രൂപയും അന്ന് വരെയുള്ള ബാങ്ക് പലിശയും കൊടുത്തു. അപ്പോൾ ഇത് പിന്നീട് അവരെ എഴുതിയിട്ടു. ഏറ്റവും വലിയ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ കൃപ. അല്ലെങ്കിൽ 4 പേരും ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയൊരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നി. വിശുദ്ധരോടുള്ള പ്രാർത്ഥന ഏറ്റവും ഫലദായകമാണ്. സത്യത്തിൽ ഈ ഒരു അനുഭവം വളരെ വലിയൊരു അനുഭവമാണ്. മരണത്തിലേക്ക് പോകേണ്ട അവർ വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു ദൈവിക സന്ദേശത്തിൽ അവർ പിന്നീട് മുന്നോട്ട് ജീവിക്കുന്നു. അച്ഛാ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ഇവർക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത്. വിശുദ്ധരോടുള്ള പ്രാർത്ഥന, വിശുദ്ധർ ദൈവസന്നിധിയിൽ ഇവരുടെ യാചനകൾ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്, എന്താണ് അച്ഛാ മധ്യസ്ഥ പ്രാർത്ഥന? നമുക്ക് ബൈബിളിലേക്ക് തന്നെ പോവാം. ദൈവം ആരെയാണ് അയച്ചത്? ദൈവം മാലാഖമാരെ അയച്ചു. ആരാണ് മാലാഖമാർ? ബൈബിൾ പറയുന്നു, ഗോഡ് ക്രിയേറ്റഡ് ദി ഏഞ്ചൽസ് ലിറ്റിൽ ദാൻ ഗോഡ്. ദൈവത്തിൻ്റെ അടുത്ത പടിയിൽ നിൽക്കുന്നവരല്ലേ മാലാഖ വൃന്ദം. മുഖ്യദൂതന്മാരുണ്ട്. മൈക്കിൾ മാലാഖ, റാഫേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ. അപ്പം സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന മാലാഖയാണ് മൈക്കിൾ മാലാഖ. അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട്? റാഫേൽ മാലാഖ സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന മാലാഖയാണ് തോബിത്തിൻ്റെ പുസ്തകം. പുതിയ നിയമത്തിൽ സക്കറിയാസിനും മാതാവിനും മംഗളവാർത്ത കൊടുക്കുന്നത് അപ്പോൾ ദൈവം തന്നെ അയച്ചത് ആരെയാണ്? ഓക്കെ. പിന്നീട് പ്രളയം ഉണ്ടാവുന്ന സമയത്ത് ആരെയാണ് തിരഞ്ഞെടുത്തത്? നോഹ. സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുൻപ് അവിടെ വിട്ടതാരാൻ? ലോത്ത്. ഇസ്രായേലിന് വേണ്ടി പൊരുതാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആരാണ്? ഗിദയോൻ, ഒറ്റയാൾ പട്ടാളം. അവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം കടന്നു വരുന്നു. അബ്രഹാം ജയിച്ചു വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന മെൽക്കിസദേക്ക്. ഇങ്ങനെ അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ ദൈവമാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്. ഒടുവിൽ ഇവർ ബന്ദികളായി. ഞാൻ ചുരുക്കി പറയുന്നതാണ്, ഈജിപ്തിലെ അടിമത്വം, 430 വർഷത്തെ അടിമത്വത്തിൽ നിലവിളി കേൾക്കുന്ന ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? മോസസ് തന്നെ സഹായിക്കാൻ അഹറോൻ, അത് കഴിഞ്ഞ് തുടരാനായിട്ട് ജോഷുവ. അങ്ങനെ പോകുമ്പോൾ അവർ പറഞ്ഞു രാജാക്കന്മാരെ വേണമെന്ന് പറഞ്ഞു. രാജാക്കന്മാർ കൊള്ളർതായ്മ ചെയ്തപ്പോൾ പ്രവാചകന്മാരെ അയച്ചു. അതിന് പരിഹാരമായിട്ട് പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തു. അപ്പം നോക്കിയ തിരഞ്ഞെടുപ്പ്, ദൈവം ആരെയാണ് അയക്കണത്? ഓരോ വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ യോഹന്നാൻ 3:16 എന്താണ്? ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ഈശോ എന്താ ചെയ്തത്? പിതാവ് ഏൽപ്പിച്ച ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു, 72 ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് വലിയ വാഗ്ദാനം പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. 4 സുവിശേഷത്തിലും അവരുടെ വചനപ്രഘോഷണങ്ങളെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. അതാണ് ഇന്ന് കൺവെൻഷനുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ വചനപ്രഘോഷണങ്ങളിലും നടക്കുന്നത്. അപ്പം ദൈവമാണ് അയച്ചത്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമ്മളാരാ? അപ്പോൾ ദൈവം ഇങ്ങനെ ഓരോ വ്യക്തികളെ അയച്ചു, അവരിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ സഭയുടെ പൈതൃകം, സഭയുടെ പഠനം. അപ്പോൾ ദൈവമാണ് അയച്ചത്. ദൈവം പ്രോമിസ് ചെയ്തേക്കുന്നതാണ്, നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. അതാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അച്ഛാ, ഇവരിലൂടെ പ്രവർത്തിക്കുന്നത് മധ്യവർത്തികളായിട്ട് നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. തീർച്ചയായിട്ടും ഒരു മധ്യവർത്തി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് വേണ്ട ഏറ്റവും വലിയ ഗുണഗണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നത്? അവൻ്റെ ജീവിത വിശുദ്ധിയാണ്. കാരണം ഈ വിശുദ്ധന്മാരാരാണ്? അവർക്ക് ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ചോ, തങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയവരാണെന്നുള്ള ആദ്യത്തെ നിർവചനം. വിശുദ്ധി പ്രാപിച്ചവരുടെ മാതൃകയാണ് ഈ വിശുദ്ധന്മാർ. ലോകത്തിന് ഉച്ഛിഷ്ടമെന്ന് തോന്നിയത് തിരിശേഷിപ്പാക്കി മാറ്റിയവരാണ് വിശുദ്ധന്മാർ. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അവിടെ അഭിഷേകം ഉണ്ടാവണം, ദൈവാനുഗ്രഹം ഉണ്ടാവണം, അവരുടെ ജീവിത വിശുദ്ധി ഉണ്ടാവണം. അപ്പോൾ എടുത്തു നോക്കുക, ഏതൊരു വലിയൊരു അത്ഭുതം നടക്കണമെങ്കിൽ അവിടെ വിശുദ്ധി വേണം. ഉദാഹരണം, സ്കേവയുടെ മക്കളെ എടുക്ക്. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ പത്രോസും പൗലോസും അത്ഭുതം പ്രവർത്തിക്കണേ, അവർ തൊടുന്ന ആൾക്കാർ സുഖം പ്രാപിക്കണം. സ്കേവയുടെ മക്കൾ വന്ന് ഈ പരിപാടി നടത്തിയപ്പോൾ എന്തു പറ്റി? പിശാച് പറഞ്ഞ് പത്രോസിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ് എന്ന് പറഞ്ഞ് അവിടെ അങ്കിയൊക്കെ കയറി പിടിച്ചതും ഉടുതുണി ഉപേക്ഷിച്ച് പോയതും ഉദാഹരണമാണത്.
അച്ഛാ, ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അനേകം വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ വഴിവിട്ട ജീവിതങ്ങളായിരിക്കാം, കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പലതും ഉത്തരം കാണാതെ നീണ്ട പ്രാർത്ഥനയായി പോകുന്നുണ്ട്. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രത്യേക ഉത്തരം ലഭിക്കുന്നില്ല. അനേകം സ്ത്രീകളുടെ ഒരു പരാതിയാണിത്. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവമേ അങ്ങനെന്താ കേൾക്കാത്തത് എന്നുള്ളത്. മധ്യസ്ഥപ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ദൈവം ഉത്തരം നൽകുന്നില്ല എന്ന് അച്ഛൻ്റെ അനുഭവത്തിൽ, അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട്, അനേകം അത്ഭുതങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ അനുഭവത്തിലൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഒന്നാമതായി നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ ജീവിതം നോക്കണം. കാരണം പ്രാർത്ഥനയുടെ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഈശോ ബലിയർപ്പണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞത് എന്താ? ബലിവസ്തു വച്ചിട്ട് രമ്യതപ്പെടണം. അടിസ്ഥാനപരമായിട്ട് ഒരു പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവവുമായി സഹോദരനുമായുള്ള രമ്യത ഉണ്ടാവണം. ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ സാധിക്കണം. പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ഫാസ്റ്റ് ഫുഡ് സ്പിരിച്വാലിറ്റിയാണ്, ശരിയല്ലേ? ഇൻസ്റ്റൻറ്റ് സ്പിരിച്വാലിറ്റിയാണ്, തട്ടുകട സ്പിരിച്വാലിറ്റി എന്ന് പറയും. ഇപ്പോൾ തന്നെ കിട്ടണം. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വാഴത്തോട്ടം കാറ്റ് വന്ന് വീണപ്പോൾ അയാൾ പ്രാർത്ഥിക്കണേ, കർത്താവേ വാഴപ്പിണ്ടി ഈട്ടിത്തിടിയാക്കി തരണേന്ന്. കർത്താവ് പോലും വിഷമിച്ചു പോകും. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് കാര്യം സാധിക്കണം. കർത്താവിൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ വ്യത്യാസം കൊണ്ട് മിനിറ്റാ. അന്നാമ്മ എത്ര വർഷം കാത്തിരുന്നു? വയോധികയായ അന്നാമ്മ ഈശോനെ കാണാൻ എത്ര കാത്തിരുന്നു? ബത്സയിദ കുളക്കരെ എത്ര വർഷം കാത്തു കിടന്നു? 38 വർഷമല്ലേ. കൂനിയായ സ്ത്രീ എത്ര വർഷം? 18 വർഷം. രക്തസ്രാവ രോഗി 12 വർഷം. ലാസർ ചീഞ്ഞിട്ടാണ് കർത്താവ് വന്നത്. അപ്പോൾ നമ്മുടെ വാച്ചും കർത്താവിൻ്റെ വാച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ്. കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. മോനിക്കാമ്മ തന്നെ ക്ലാസിക്കൽ ഉദാഹരണമല്ലേ. ആ മോനിക്കാമ്മ കണ്ണീരോടെ പട്രീഷ്യസ് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, അഗസ്തീനോസിനോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേട്ടിട്ട് സെയിൻറ്റ് അംബ്രോസ് എന്താ പറയുക? നിൻ്റെ കണ്ണീരിൻ്റെ പ്രാർത്ഥന കേൾക്കും. വചനം എന്താ പറയുക? നിൻ്റെ കണ്ണീര് കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇവർ പരാതി പറയുമ്പോൾ ആദ്യം അവരിലേക്ക് തിരിഞ്ഞ് നോക്കണം, തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിധത്തിലാണോ പ്രാർത്ഥിക്കണം. ഉദാഹരണം, ഈ ശാലോൺ TV ഉണ്ടാകാൻ കാരണം എന്താ? അല്ലേ, പ്രലോഭനങ്ങളെ വിട എന്നുള്ള പുസ്തകം റീസെൻ്റായിട്ട് ഷെവലിയാർ ബെന്നി പുന്നത്തറ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കണം. ഈ പറഞ്ഞ ആൾക്കാരോട് അത് വായിക്കാൻ പറ. അത് വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെ കേട്ടു. ആ മനുഷ്യൻ അവിടെ നിന്ന് വന്നിട്ട് തൃശ്ശൂർ ആ ആരാധനാലയത്തിൽ ഇരിക്കുക. അവിടുന്ന് തമ്പുരാനോട് കൺസൾട്ട് ചെയ്യണേണ്. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഒന്ന് എടുത്ത് വായിക്ക്. അവിടെ എന്താ പറയുന്നത്? അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ തിരുമനസ്. കർത്താവ് പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നുള്ള അകന്നു പോകട്ടെ. എന്നിട്ട് കൂട്ടിച്ചേർത്ത് എന്താണ്? ദൈ വിൽ ബി ഡൺ. നമ്മുടെ പ്രാർത്ഥന ദൈ വിൽ ബി ഡൺ അല്ല, മൈ വിൽ ബി ഡൺ എന്നാണ്. അതാണ് പ്രശ്നം. അപ്പം എനിക്ക് പറയാനുള്ള ആൻസർ ഇതാണ്. തമ്പുരാനോട് കൺസൾട്ട് ചെയ്തിട്ടാണോ, തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണോ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെന്ന് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിലവിളി കേൾക്കുന്ന ദൈവമാണ്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവഹിതമാണോ എൻ്റെ ഹിതമാണോ എന്ന് നമ്മൾ ഗഹനമായിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്യണം. അച്ഛാ, അനേകരുടെ അനുഭവത്തിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. സത്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്? മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പല ലെവലിലാണ്. അപ്പോൾ അത് ഒരു 4 ഘടകങ്ങളായിട്ട് ഞാൻ കാണുന്നത്. അത് സംരക്ഷണമാണ്. ഇപ്പോൾ മാതാവിൻ്റെ തന്നെ നമുക്കെടുക്കാം. വേളാങ്കണ്ണി എടുക്കുക. വേളാങ്കണ്ണി, നമ്മൾ അന്നൈ വേളാങ്കണ്ണി എന്ന് പറയുന്ന തമിഴ് പടമുണ്ട്. അതിൽ ഈ കടലിൽ നട്ടം തിരിയുന്ന ആ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ നിലവിളിക്കുമ്പോൾ ഒരു പ്രകാശം കാണുന്നതാണ്. ആ പ്രകാശത്തെ ലക്ഷ്യമായിട്ടാണ് അവർ തുഴയുന്നത്. ഒടുവിൽ അവർ കാണുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു പോകുന്നതും ഒടുവിൽ ആ ദേവാലയത്തിലേക്ക് മറയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ദേവാലയം പണിയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംരക്ഷണമാണ്. ഇനി സൗഖ്യം എന്ന് പറയുമ്പോൾ വേളാങ്കണ്ണി മാതാവിനെ തന്നെയാണ് എടുക്കണേ. അവിടെ മുടന്തന് കിട്ടുന്നത് എന്താണ്? സൗഖ്യമാണ്. പിന്നെ പാലുകാരൻ ചെറുക്കൻ, ആ പാല് കൊടുത്തു കഴിഞ്ഞ് ഉള്ള പാല് അടപ്പത്ത് വെച്ച് കഴിയുമ്പോൾ അതൊരു അക്ഷയപാത്രമായിട്ട് തരുമ്പോൾ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. വീണ്ടും മാതാവിൻ്റെ സംഗീതം തേടിയൊന്നവർ ആരും ഉപേക്ഷിച്ചില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഈ 4 ലെവൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ വിശുദ്ധന്മാരായാലും ഏത് പ്രാർത്ഥനയായാലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്കൊരു 4 ഘടകങ്ങളുണ്ട്. അവിടെ സംരക്ഷണം കാണാം, സമൃദ്ധി കാണാം, സൗഖ്യം കാണാം,
അവിടെ മാനസാന്തരം കാണാൻ സാധിക്കും. പ്രിയ ശാലോം TV പ്രേക്ഷകരെ, ഇന്നേ ദിവസം വിശുദ്ധരെക്കുറിച്ചും മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചും അച്ഛൻ വളരെ ലളിതമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ അനേകം സംശയങ്ങളായിരുന്നു വിശുദ്ധരോടുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം എന്നെല്ലാം. എനിക്ക് തോന്നുന്നത് അതിലേറ്റവും കൂടുതലൊരു പ്രധാനപ്പെട്ട കാര്യം മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വിശുദ്ധ അംബ്രോസ് പറഞ്ഞതുപോലെ നിൻ്റെ കണ്ണുനീർ ഒരിക്കലും പാഴായി പോവുകയില്ല എന്നുള്ള ആ വചനം അല്ലെങ്കിൽ ആ വാക്ക് തീർച്ചയായിട്ടും ഇന്ന് ഫലമണിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമ്മോട് കൂടിയായിരുന്ന നമുക്ക് അനേകം വലിയ കാര്യങ്ങൾ പങ്കുവച്ച നെൽസൺ അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും അനേകം കാര്യങ്ങൾ അദ്ദേഹം നമുക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുവേണ്ടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം